പറഞ്ഞു. നിങ്ങളുടെ പേര് പറഞ്ഞു. എവിടെ നാടെവിടെയാണ്? എത്ര വയസ്സ്? 68 വയസ്സ്. എന്തുവാ നിങ്ങളുടെ അസുഖമായിരുന്നു പറഞ്ഞു? കാലിന് വേദനയായിരുന്നു. ഇല്ല, നിങ്ങളവിടെ എന്തുവായിരുന്നു അസുഖം വേണം? ഈ കാലിന് വേദനയായിരുന്നു. പിന്നെ അത് ആലപ്പുഴയിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. അലോപ്പതി, ഹോമിയോ, ആയുർവേദം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ 47 ദിവസത്തെ പഞ്ചകർമ്മ ചികിത്സ ആലപ്പുഴയിലെ രുദ്ര പഞ്ചകർമ്മ സെന്ററിൽ ചെയ്തു. ഡോക്ടർ വിഷ്ണു നമ്പൂതിരി ആലപ്പുഴ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ഡോക്ടറായിരുന്നു. 47 ദിവസം കഴിഞ്ഞ് അമ്മ കിടപ്പിലായി. ആ അവസ്ഥയിലാണ് ഞങ്ങൾ മോഹനം വൈദ്യരെ വന്ന് കാണുന്നത്. ഇപ്പോൾ ഇന്ന് അത്യാവശ്യ കാര്യത്തിന് വീട്ടിനുള്ളിൽ നടക്കാനും ഭക്ഷണം കഴിക്കുകയും ആരോഗ്യത്തിൽ തന്നെ ഒരു പുരോഗതി ഉണ്ടായത് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ്. അപ്പോൾ ഇത് അല്ല, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളടുത്ത് പറഞ്ഞിരുന്നത്? ഇനി അവരുടെ അത് വയ്യ, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അല്ലേ, ഇത് നമ്മൾ നല്ല ആഹാരവും കഴിച്ച് ശകലം പച്ചമരുന്നും കഴിച്ച്, പച്ചമരുന്ന് തൊടിയിലെ പച്ചമരുന്ന് വെളിയിൽ നിന്നുള്ളതല്ലോ, അല്ല, ഇച്ചിരി അച്ചാറുവാൻ, ചമ്പരത്തി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ തന്നപ്പോൾ ഇത്രയും മാറുന്നതിന് ആഹാരം മാറ്റിയപ്പോഴേ നടക്കണേ. നിങ്ങളുടെ നമ്പർ എന്ന് പറയുന്നത് 944-08-446. ആരെങ്കിലും ഒന്ന് വിളിച്ചാലേ. ഇപ്പം ഞാൻ അബുദാബിക്ക് പോവാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്നെ അകത്താക്കും, പുറത്താക്കും. അവിടെ ഞാൻ കാണിച്ചു തരും. ആരാണ്ടൊരുത്തൻ്റെ പേരിൽ കേസ് കൊടുത്താൽ നീ അകത്താവും എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഫേസ്ബുക്കിൽ കിടന്ന് കളിക്കാം. അതിനൊരു മറുപടിയും കൂടെ നിങ്ങൾ കൊടുത്തേക്കണം. എന്ത് കൊടുക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. തീർച്ചയായിട്ടും ഇത് സത്യം പുറത്തു വരും എന്നുള്ള ഒറ്റ ഭയം കൊണ്ട് മാത്രമാണ് ഈ യുവമാര് കിടന്ന് കളിക്കുന്നത്. അവർക്ക് വെപ്രാളോ? അതെ, തീർച്ചയായിട്ടും. ഇത് കച്ചവടമാണോ? ഒരിക്കലും ഇവിടെ ഞാൻ ആരെങ്കിലും പറ്റി ഞങ്ങൾക്ക് വന്ന അനുഭവം മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഇന്നിപ്പോ അമ്മ ഇങ്ങനെ എണ്ണീറ്റൊന്ന് നടക്കുന്നത് തന്നെ ഇവിടെ വന്നതിന് ശേഷം ബെറ്ററായിട്ട് ആയതായിരുന്നു. അല്ലേ? അത് കഴിഞ്ഞ് ഇപ്പൊ ഇത്രയെങ്കിലും ആയത് ഇവിടെ വന്നുള്ള ചികിത്സയും ഇവിടുത്തെ ഭക്ഷണ രീതികളും മാത്രം തന്നെയാണ് ഞങ്ങൾക്ക്. ഇവരെന്തിനാണ് എന്റെ പുറത്ത് ഇത്രയും തട്ടിക്കയറുന്നത്? എനിക്കൊരു പേജ് ഉണ്ടാക്കിയിട്ട് മോഹനം വൈദ്യരും തട്ടിപ്പുകൾ നമ്മുടെ പേജ് ഇട്ടിരിക്കുകയാണ്. ആരാണ് യഥാർത്ഥ തട്ടിപ്പുകാരൻ? തട്ടിപ്പുകാർ തീർച്ചയായിട്ടും ഈ കച്ചവടക്കാർ തന്നെ അല്ലേ? അതെ, ഈ ചികിത്സാ രംഗത്തെ കച്ചവടക്കാരാണ് ഏറ്റവും വലിയ തട്ടിപ്പുകാർ. ഞങ്ങൾ അതിൻ്റെ ഒരു ഏരിയകളുമാണ്. 47 ദിവസത്തെ പഞ്ചകർമ്മത്തിൽ ഏകദേശം 1 ലക്ഷം രൂപ പ്ലസ് ഒരു 10-30,000 രൂപയുടെ ടെസ്റ്റുകൾ മാത്രം നടത്തും. ആയുർവേദ ടെസ്റ്റിംഗ്, ആയുർവേദ ഡോക്ടർ MRI, CT അബ്ഡോമൻ, മറ്റ് രക്തമൂത്ര കഫ പരിശോധനകളെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ആ പേപ്പറുകൾ ഒരിക്കലും ഞങ്ങൾ ഇവിടെ കാണിച്ചത് കൊണ്ടുവന്നു. പക്ഷേ വൈദ്യരുടെ ആ കൗൺസിലിംഗ് കേട്ടപ്പോൾ അത് കാണിക്കേണ്ടതെന്ന് തന്നെ തോന്നി, കാണിച്ചിട്ടില്ല. ഇന്നും ആ പേപ്പർ വീട്ടിൽ ടെക്നീഷ്യൻ MRI സ്കാനിങ് ചെയ്തയാളെ ചോദിച്ചു എന്നോട് അമ്മച്ചി എവിടെങ്കിലും വീണോന്ന് ചോദിച്ചു. അതുപോലെ ഈ നട്ടല് പഞ്ചകർമ്മം ചെയ്ത് ശരിയാണ്. അവിടെ ഇവിടെ എല്ലാമായിട്ട് ഇങ്ങനെ കിടക്കും. ഞങ്ങളുടെ സ്കാനിങ് സെന്ററിൽ അവർ ചോദിച്ച 3 കാര്യമാണ്. അമ്മയ്ക്ക് നട്ടലിന് TB വന്നു, അമ്മയുടെ നട്ടലിന് പുറകിൽ വണ്ടി വന്നിട്ടുണ്ട്, അമ്മ എവിടെ നട്ടലടിച്ച് വീണിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ അവർ തുടർച്ചയായി ചോദിച്ചത് കാര്യം. 3-ാമത്തെ ദിവസം അയാൾ എൻ്റെ ഈ ആയുർവേദ ഡോക്ടറുടെ ഫോൺ നമ്പർ മേടിച്ച് അവരുമായിട്ടുള്ള കൺസൾട്ടേഷൻ കഴിഞ്ഞാണ് പുള്ളി ഒരു റിപ്പോർട്ട് തരുന്നത്. റിപ്പോർട്ട് തന്നിട്ട് പറഞ്ഞ് നട്ടലിന് ചെറിയ പൊട്ടലുകൾ പോലുണ്ട്. പിന്നെ അപ്പോഴാണ് ഞങ്ങൾ ആലോചിക്കുന്നത്, ആയുർവേദത്തിൽ ഇതുപോലെ 47 ദിവസത്തെ പഞ്ചകർമ്മം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു റേഡിയോളജിസ്റ്റിനെ കളിച്ച് നോക്കുമ്പോൾ പുള്ളി പറഞ്ഞത്, നിങ്ങൾ ഈ വിവരം സ്കാനിങ് സെൻറ്ററിൽ പറഞ്ഞിരുന്നെങ്കിൽ റിപ്പോർട്ട് വേറെ രീതിയിൽ വന്നു. പക്ഷെ നമുക്ക് അന്നത് തോന്നിയില്ല. ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു നട്ടലിന് ഇങ്ങനെ ഇത്രയും വലിയൊരു ചികിത്സ ചെയ്തു തരും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ല. അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഈ കൗൺസിലിംഗ് കേട്ടതിന് ശേഷം തന്നെയാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ വൈദ്യരെടുത്ത് മാത്രമുള്ള ചികിത്സ. ഓക്കെ, ഞാൻ നെറ്റ് കൊടുക്കും. പിന്നെ എൻ്റെ കൈ കിട്ടില്ല, വേറെ ആൾക്കാർ കൊണ്ടുപോകും. കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞ് വൈദ്യുതി ഇതൊന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മാറ്റാൻ പറ്റില്ല. നമ്മളങ്ങനെ പറയത്തില്ല. ഓ